ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇങ്ങനെയും ഒരു രൂപമോ? ഇത്രയും ഉഗ്രമായ ഒരു രൂപം? അതെ, അങ്ങനെയൊരു രൂപവും ഉണ്ട് ഭഗവാൻ ശ്രീരാമസ്വാമിക്ക്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും തകർത്ത് കളയുന്ന ഈ രൂപമാണ് ഇന്നത്തെ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശത്രു സംഹാരമൂർത്തിയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ധ്യാനവും മന്ത്രവും നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യ ധ്യാനത്തെ പറയാം. ഈ ധ്യാനമന്ത്രം അങ്ങനെ തന്നെ പഠിച്ചില്ല എങ്കിലും അതിൽ പ്രതിപാദിക്കുന്ന രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മന്ത്രം ജപിക്കാൻ. രാമം ഖഡ്ഗം ത്രിശൂലം ഡമരുമസി ധനുശ്ചാരുബാണം കുഠാരം ശംഖം ചക്രം ചഖേടം ഹലമുസലഗദാഭിന്ദിപാലം ച ഹസ്തൈ വിധ്വസ്താരാദിവർഗം ത്വഭയവരകരം ബിഭ്രതം ശുഭ്രവർണം വന്ദേ രാമം ത്രിനേത്രം സകലദിതികുലം മർദയന്തം പ്രഭാവൈഃ. രാമം ഖഡ്ഗം ത്രിശൂലം ഡമരുമസി ധനുശ്ചാരുബാണം കുഠാരം ശംഖം ചക്രം ചഖേടം ഹലമുസലഗദാഭിന്ദിപാലം ച ഹസ്തൈഃ വിധ്വസ്താരാദിവർഗം ത്വഭയവരകരം ബിഭ്രതം ശുഭ്രവർണം വന്ദേ രാമം ത്രിനേത്രം സകലദിതികുലം മർദയന്തം പ്രഭാവൈഃ. ഇനി ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഖഡ്ഗം, ശൂലം, ഡമരു, വാൾ, വില്ല്, അമ്പ്, കുഠാരം അതായത് വെൺമഴു, ശംഖ്, ചക്രം, ഖേടം, കരി, ഇരുമ്പുലക്ക, ഗദ, ഭിന്ദിപാലം, അഭയം, വരദം എന്നിവ കൈകളിൽ ധരിച്ചിട്ടുള്ളവനും ശത്രുവർഗത്തെ നശിപ്പിക്കുന്നവനും വെളുത്ത നിറമുള്ളവനും 3 തൃക്കണ്ണുകളോടു കൂടിയവനും പ്രഭാവം കൊണ്ട് തന്നെ സകല അസുരന്മാരെയും മർദ്ദിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമസ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. മന്ത്രത്തിൻ്റെ ഋഷി, അതായത് ഈ മന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് ബ്രഹ്മാവാണ്. ബ്രഹ്മ ഋഷി, അത്യനുഷ്ഠു ഛന്ദസ്, ശ്രീരാമോ ദേവത. ബ്രഹ്മ ഋഷി, അത്യനുഷ്ഠു ഛന്ദ, ശ്രീരാമോ ദേവത. മന്ത്രം ഇതാണ്. ഓം ഹ്രീം ശ്രീം ശ്രൗം ഖരാന്തകായ കാലാഗ്നിരൂപായ രാമഭദ്രായ നിശാചരകുലദാവാഗ്നയേ ഹും ഫൾ. ഓം ഹ്രീം ശ്രീം ശ്രൗം ഖരാന്തകായ കാലാഗ്നിരൂപായ രാമഭദ്രായ നിശാചരകുലദാവാഗ്നയേ ഹും ഫൾ. ഓം ഹ്രീം ശ്രീം ശ്രൗം ഖരാന്തകായ കാലാഗ്നിരൂപായ രാമഭദ്രായ നിശാചരകുലദാവാഗ്നയേ ഹും ഫൾ. ശ്രീം എന്ന മഹാലക്ഷ്മിയുടെ ബീജം ചേർത്തിട്ടുള്ളതുകൊണ്ട് സർവ ഐശ്വര്യവും നൽകുന്നതാണ് ഈ മഹാമന്ത്രം. ഉഗ്രമായ ശ്രീരാമൻ്റെ സ്വരൂപത്തിലുള്ള ഈ മന്ത്രവും ധ്യാനവും ജീവിതത്തിലുണ്ടാകുന്ന സമസ്ത തടസ്സങ്ങളെയും തകർത്ത് കളയാൻ പര്യാപ്തമാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ എന്നിവയൊക്കെ മാറും. കൂടാതെ ശത്രുദോഷം മാറുന്നതിനും അത്യുത്തമമാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന ആപത്തുകളെ തടയുന്നതിന് ഈ മന്ത്രം ദിവസവും 1 പ്രാവശ്യം ജപിക്കുകയോ എല്ലാ നവമി ദിവസങ്ങളിലും 21 പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭദ്രകാളി മന്ത്രം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങളെല്ലാം തന്നെ ഈ മന്ത്രവും നൽകുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതല്ല എന്ന് ഗുരു ഉപദേശമുണ്ട്. കാരണം മന്ത്രത്തിലെ അക്ഷരങ്ങൾക്ക് ഉണ്ടാകുന്ന പിശക്, ധ്യാനം എന്നിവയിലുണ്ടാകുന്ന മാറ്റം, ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ള മാറ്റം എന്നിവയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഇത് ജപിക്കുന്ന ആളിന് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാവാം ഇപ്രകാരം ഗുരു ഉപദേശിച്ചിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ ഗുരുപദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് നല്ലത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.